പണ്ടൊരു കാട്ടിൽ ഒരു സിംഹമുണ്ടായിരുന്നു. കാണാൻ സുന്ദരനും ശക്തനുമൊക്കെ ആയിരുന്നു. പക്ഷേ ആ സിംഹത്തിന് ഒരു പേടിയുണ്ടായിരുന്നു. അത് ആ കാട്ടിൽ ആർക്കും അറിയില്ലായിരുന്നു. എന്തായിരുന്നു ആ പേടിയെന്നറിയാമോ? ആ സിംഹത്തിന് പൂവൻ കോഴിയുടെ കൂകൽ പേടിയായിരുന്നു. അതുകൊണ്ട് സിംഹം എല്ലാ ദിവസവും രാവിലെ ഞെട്ടി എഴുന്നേൽക്കുമായിരുന്നു. സിംഹത്തിന് ഇത് ആരോടെങ്കിലും പറയാൻ ഭയങ്കര നാണക്കേടായിരുന്നു. കാട്ടിലെ ഏറ്റവും ശക്തനായ തനിക്ക് ഒരു ഇത്തിരി പോന്ന പൂവന്റെ കൂകൽ പേടിയാണെന്ന് എങ്ങനെ പറയും? എല്ലാവരും സിംഹത്തിനെ കളിയാക്കില്ലേ? അങ്ങനെ സിംഹം ഒടുവിൽ ഒരു തീരുമാനമെടുത്തു. ദൈവത്തിനോട് പോയി പറയാം. അപ്പോൾ വേറെ ആരും അറിയുകയുമില്ല, പരിഹാരം കിട്ടുകയും ചെയ്യും. സിംഹം ദൈവത്തിൻ്റെ അടുത്തെത്തി. ദൈവത്തിനോട് കാര്യം പറഞ്ഞു. എനിക്ക് എന്താണ് ഈ പേടി? ഇത് എനിക്കൊരു നാണക്കേടാണ്. ഒരു പരിഹാരം വേണം. ദൈവം ഇത് കേട്ട് ഒന്ന് ചിരിച്ചു. സിംഹത്തിന് സങ്കടമായി. ദൈവവും കളിയാക്കിയതാണോ? സിംഹത്തിന് സംശയമായി. അപ്പോൾ ദൈവം പറഞ്ഞു, ഇത് നിന്റെ ഒരു തോന്നൽ മാത്രമാണ്. ഇത് നീ തന്നെ മാറ്റിയെടുക്കണം. നിനക്ക് വേണ്ടതെല്ലാം ഞാൻ തന്നു കഴിഞ്ഞതാണ്. തൻ്റെ പേടി ദൈവം മാറ്റിത്തരുമെന്ന് വിചാരിച്ച സിംഹത്തിന് വലിയ സങ്കടമായി. സിംഹം തനിക്കുള്ള ഈ പേടിയോർത്ത് സങ്കടപ്പെട്ട് കാട്ടിലൂടെ നടന്നു. അപ്പോഴാണ് എതിരെ ഒരു ആന വന്നത്. വലിയ തുമ്പിക്കൈയൊക്കെ ആട്ടി ആട്ടി മുറം പോലെയുള്ള ചെവിയൊക്കെ ഇളക്കി ഇളക്കി അതിങ്ങനെ വരുന്നുണ്ടായിരുന്നു. രണ്ടു വലിയ കൊമ്പുകളും ഉണ്ടായിരുന്ന ആ ആന വലിയ ശക്തനും സുന്ദരനുമായിരുന്നു. സങ്കടപ്പെട്ടു വരുന്ന സിംഹത്തിനെ കണ്ടപ്പോൾ ആനയ്ക്ക് ആശ്ചര്യമായി. ആന ചോദിച്ചു, എന്താ ഇങ്ങനെ സങ്കടപ്പെട്ട് നടക്കുന്നത്? എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സിംഹത്തിന് പറയാൻ നാണക്കേട് തോന്നി. സിംഹം മിണ്ടാതെ നിന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആന എപ്പോഴും മുറം പോലെയുള്ള ആ ചെവികൾ ഇങ്ങനെ ഇളക്കി ഇളക്കിയാണ് നടക്കുന്നത്. അത് കണ്ട് ആകാംക്ഷ തോന്നിയ സിംഹം ആനയോട് ചോദിച്ചു, ആനച്ചാരെ ആനച്ചാരെ, താൻ എന്തിനാണ് എപ്പോഴും ഈ ചെവികൾ ഇളക്കി നടക്കുന്നത്? അപ്പോൾ ആന പറഞ്ഞു, സിംഹത്താനെ, നിങ്ങൾ ആ ഇത്തിരി കുഞ്ഞൻ ചെള്ളിനെ കണ്ടിട്ടില്ലേ? അവനെൻ്റെ ചെവിയിൽ വന്ന് കയറാതിരിക്കാനാണ് ഞാൻ ഈ ചെവി എപ്പോഴും ഇങ്ങനെ ആട്ടി നടക്കുന്നത്. അവൻ ചെവിയിലെങ്ങാനും കയറിയാൽ എനിക്ക് ഓർക്കാൻ തന്നെ പേടിയാണ്. ഇത് കേട്ടപ്പോൾ സിംഹത്തിന് ആശ്ചര്യവും ഒപ്പം കൗതുകവും തോന്നി. ഇത്രയും വലിയ ആനച്ചാർക്കും ഇത്തിരി കുഞ്ഞൻ ചെള്ളിനെ പേടിയാണ്. അത് പറയാൻ ആനച്ചാർക്ക് മടിയുമില്ലായിരുന്നു. നമ്മുടെ ചെറിയ ചെറിയ ഇത്തരം പ്രശ്നങ്ങൾക്ക് നമുക്ക് തന്നെ പരിഹാരം കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയ സിംഹത്തിന് വലിയ സന്തോഷമായി. സിംഹം അങ്ങനെ തൻ്റെ പേടിക്കും ഒരു പരിഹാരം കണ്ടുപിടിച്ചു. പിന്നീടുള്ള കാലം അത്രയും സിംഹം ആ കാട്ടിലെ രാജാവായി ജീവിച്ചു.